കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഡോക്ടർ മോഹൻ യാദവ് അദ്ദേഹത്തിൻ്റെ ആദ്യ നീക്കം തന്നെ വലിയ കയ്യടി നേടിയിരിക്കുകയാണ്. അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിവാദങ്ങളുടെ തോഴനായ ഡോക്ടർ മോഹൻ യാദവ് അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ചെയ്തത് BJP-യുടെ നേതാവിൻ്റെ കൈപ്പത്തി മുറിച്ചു മാറ്റിയ മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെടുന്നവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയായിരുന്നു. ഇവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചാണ് ഇടിച്ചു നിരത്തിയത്. ജനതാ കോളനിയിൽ താമസിക്കുന്ന പ്രതികളായ ഫാറൂഖ് റൈൻ, അസ്ലം, സമീർ, ഷാരൂഖ്, ബിലാൽ എന്നിവരുടെ വീടാണ് പൊളിച്ച് നീക്കം ചെയ്തത്. ഡിസംബർ 5-നായിരുന്നു ജബ്ചേരി സെൽ ചുമതലയുള്ള BJP-യുടെ സെക്രട്ടറി ദേവേന്ദ്ര സിംഗ് ഠാക്കൂറിൻ്റെ കൈപ്പത്തി ഇവർ വെട്ടി മാറ്റിയത്. ഇവർ മതമൗലികവാദ സംഘടനകൾ പെടുന്നവരാണ്. അക്രമ സംഭവം നടന്ന 9ാമത്തെ ദിവസമാണ് ഈ ഡോക്ടർ മോഹൻ യാദവ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്നു. അപ്പോൾ തന്നെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നീക്കം എന്ന് പറഞ്ഞത് ഈ പ്രതികളുടെ വീട് ഇടിച്ചു നിർത്തുകയായിരുന്നു. നമ്മൾ UP-യിലും മറ്റും കണ്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥ് ബുൾഡോസർ പ്രയോഗം നടത്തുന്നത്. അതിൻ്റെ സമാനമായ പാത തന്നെ. ഏതായാലും മോഹൻ യാദവിൻ്റെ ഒരു രീതി ഏതാണ്ട് യോഗിയുടെ ഒരു രീതി പോലെ തന്നെയാണ്. അക്രമകാരികളായാലും എതിരാളികളായാലും ഒക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ മുൻപോട്ട് പോകുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് ഈ മോഹൻ യാദവിനെ സാധാരണ നമ്മൾ വാർത്തകളൊക്കെ കാണാറുള്ളത്. ഏതായാലും വിവാദങ്ങളുടെ ഒരു തോഴൻ കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ നീക്കം തന്നെ വലിയ കയ്യടി നേടിക്കൊടുത്തിരിക്കുന്നു. മധ്യപ്രദേശിൽ ക്രമസമാധാന നില വളരെ ഭംഗിയായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ തനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായി ഇതിനെ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.